हाय प्यारे बच्चों, मैं बाबू सर हूँ और जेके सर भी है। हम एक इम्पोर्टेंट बात बताने के लिए आया गया है। अभी तो जनवरी हो गया है, फरवरी और मार्च में आप लोगों का 8th स्टैंडर्ड का फाइनल एग्जाम है। फाइनल एग्जाम में आप लोगों को मालूम है, गया साल में हिंदी में बहुत लोग हार गया है। इसके वजह से बहुत लोगों को दोबारा एग्जाम करके 9th स्टैंडर्ड में जाना हो गया। ये बहुत बड़ी मुश्किल की बात है, समझा? സാറേ ഇതിന്റെ ഒരു പരിവർത്തനം കൂടി ചെയ്യങ്ങളെ. അതായത് നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല? എനിക്ക് മനസ്സിലായി, മക്കൾക്ക് മനസ്സിലായി. അതായത് കുട്ടികളെ, നമുക്ക് ഇപ്പോൾ ജനുവരി മാസമായി, പിന്നെ ഫെബ്രുവരി മാർച്ച് മാസത്തിൽ നമ്മൾ ഫൈനൽ എക്സാം നടക്കാൻ പോവുകയാണ് 8th സ്റ്റാൻഡേർഡ്. നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാകും, കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഫൈനൽ എക്സാമിന് കുട്ടികൾ തോറ്റുന്നത് ഹിന്ദി ഭാഷയായിരുന്നു. അതിൻ്റെ ഭാഗമായി അവർക്ക് 9th സ്റ്റാൻഡേർഡിലേക്ക് പ്രൊമോഷൻ കിട്ടിയില്ല. പിന്നീട് അവർ റീടെസ്റ്റ് നടത്തിയതിന് ശേഷമാണ് അവർ 9th സ്റ്റാൻഡേർഡിൽ പോയത്. ഈ ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടാകരുത്. നമുക്ക് എൻ ഗെയിം ബാച്ചിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഗംഭീരമായി റിവിഷൻ ഒക്കെ പഠിച്ചിട്ട് ഗംഭീരമായി നമുക്ക് നല്ല മാർക്കോട് കൂടി വേണം 9th സ്റ്റാൻഡേർഡിൽ പോകാൻ. അല്ലേ സാറേ? അല്ല, എനിക്കൊരു കാര്യം പറയാണ്ട്. നിങ്ങൾ ഹിന്ദിന്റെ കാര്യം മാത്രമല്ല, ഇവര് സയൻസ് എന്ന് പറയുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒരുമിച്ചാണ് പരീക്ഷ എഴുതുക. ഈ ഒരുമിച്ച് പരീക്ഷ എഴുതുന്ന സമയത്താണ് അതിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഫുൾ ചാപ്റ്റർ ആണ് പഠിക്കേണ്ടത്. ഇപ്പൊ സയൻസ് എന്ന് പറയുന്നത് 3 കൂടി ഒന്നായിട്ടാണ്. അതെ, ഫിസിക്സ്, കെമിസ്ട്രി സ്പ്ലിറ്റ് ചെയ്യും. അപ്പൊ ഇതിന്റെ ബേസോടെ അറിയണം. അതെ, അതുമല്ല 8നെ ബേസ് ചെയ്തിട്ട് അതേ കാര്യങ്ങളാണ് 9ലും പഠിക്കുന്നത്. അപ്പൊ ഇനി 2 മാസം കൊണ്ട് കഴിഞ്ഞാൽ ഇവർ 9ാം ക്ലാസ്സിൽ എത്തി തന്നെ പറയാം. പക്ഷേ ഈ 9ാം ക്ലാസ്സിൽ 8ന്റെ ബേസ് അറിയാതെ 9ാം ക്ലാസ്സിലേക്ക് പോയിട്ട് വല്ല കാര്യമുണ്ടോ? 9th സ്റ്റാൻഡേർഡിൽ സയൻസ് 3ആയി മാറുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇത് 3 മനസ്സിലാണെങ്കിൽ ഇവിടത്തെ 8ാം ക്ലാസ്സിലെ ബേസ് കംപ്ലീറ്റ്. അതുമല്ല, നമ്മൾ 10നെ ബേസ് ചെയ്തിട്ട് 8നെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് തന്നെയാണ് വരുന്നത് ഇപ്പൊ സയൻസിനകത്ത്. കാരണം ടെക്സ്റ്റ് ബുക്ക് ഒക്കെ മാറിയോണ്ടേ. അതുകൊണ്ട് മക്കളെ, ഫിസിക്സിനകത്തായാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും ഒരുപാട് ചാപ്റ്ററുകൾ പഠിക്കാണ്ട്. അതുമല്ല, ഇനിയിപ്പോ ഒരു കാരണവശാലും ഇവർക്ക് എല്ലാ ചാപ്റ്ററും പഠിക്കാനുള്ള ടൈമില്ല. അപ്പൊ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഫുൾ ചാപ്റ്റർ റിവിഷൻ ആയിട്ട് നമ്മൾ വരുന്നത്. 1ാമത്തെ ചാപ്റ്റർ മുതൽ എല്ലാ ചാപ്റ്റർ നമ്മൾ പരീക്ഷയ്ക്കായിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനും എല്ലാ ക്ലാസ്സുകളും എല്ലാ സബ്ജക്റ്റിലും എല്ലാ അതെ ചാപ്റ്ററുകളും നമ്മൾ ഗംഭീരമായിട്ട് റിവിഷൻ ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഡിസ്കസ് ചെയ്യില്ലേ, ഒക്കെ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് കഴിഞ്ഞ് സമയം കളയരുത്. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ഈ താഴെ കാണുന്ന QR കോഡിലൊക്കെ സ്കാൻ ചെയ്തിട്ട് നമ്മൾ യോദ്ധ ബാച്ചിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. വരാനിരിക്കുന്ന പരീക്ഷ നമ്മൾ സെറ്റാക്കി കൊടുക്കും. ഓക്കേടാ.